സണ്ണി മോർണിംഗിൽ സ്ട്രീറ്റിന് കുറുകെ ഗോൾഡൻ സൺലൈറ്റ് മിന്നിത്തിളങ്ങി. അത് വീടുകളുടെ മുകളിൽ ഊഷ്മളമായ നിറങ്ങൾ വായു ഉന്മേഷദായകവും കുളിർമയേകുന്നതുമായിരുന്നു. സൂര്യകിരണങ്ങൾ സൂര്യവെളിച്ചത്തിൽ നിന്നും റിക്കിയുടെ മുറിയിലേക്ക് ഉളിഞ്ഞു നിന്നു. അവൻ ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. അവന് 11 വയസ്സാണ്. മോഡേൺ ഡിസൈനിലുള്ള നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് ആഗ്രഹിക്കാവുന്നതെല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അവന്റെ അടുക്കും ചിട്ടയുമില്ലാത്ത ശീലമായിരുന്നു. അവന്റെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിടുമായിരുന്നു. അവന്റെ അമ്മയ്ക്ക് അവന്റെ സാധനങ്ങൾ മുക്കിലും മൂലയിൽ നിന്ന് പെറുക്കിയെടുക്കണമായിരുന്നു. അവന്റെ അമ്മ ബാങ്കിന്റെ മാനേജറാണ്. അതുകൊണ്ട് രാവിലെ തന്നെ വർക്കിന് പോകും. അമ്മയ്ക്ക് എപ്പോഴും റിക്കിക്ക് വേണ്ടിയുള്ള ജോലിയുണ്ട്. റിക്കി സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ വെക്കൂ. റിക്കി തുണികൾ വാഷിംഗ് മെഷീനിലിടൂ. റിക്കി ടിഫിൻ ബോക്സ് കഴുകി വെക്കൂ. റിക്കി ടീഷർട്ടും ട്രൗസേഴ്സും അയൺ ചെയ്തു വെക്കൂ. അങ്ങനെ പലവിധം. പക്ഷെ അവൻ എപ്പോഴും കളിച്ചുകൊണ്ടേയിരുന്നു. റിക്കി വീട്ടിൽ കാര്യമായി ഒന്നും സഹായിച്ചില്ല. പക്ഷെ ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിച്ചപ്പോൾ പേരൻസിനെ പോലെ അവനും എക്സൈറ്റഡ് ആയിരുന്നു. റോബോട്ട് വന്നപാടെ കുക്കിംഗ്, ക്ലീനിങ്, അയേണിങ് എല്ലാം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഏറ്റവും പ്രധാന ജോലി റിക്കിയുടെ തുണി നിലത്ത് നിന്ന് പെറുക്കിയെടുക്കുന്നതായിരുന്നു. ആദ്യ ദിവസം റിക്കി ഉറങ്ങാൻ പോയപ്പോൾ സാധാരണ പോലെ തന്നെ അവൻ്റെ ബെഡ്റൂം പരിതാപകരമായിരുന്നു. പക്ഷെ അടുത്ത ദിവസം അവൻ എഴുന്നേറ്റപ്പോൾ എല്ലാം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി ആയിരുന്നു. വണ്ടർഫുൾ! എത്ര മനോഹരവും വൃത്തിയുമായിരിക്കുന്നു എൻ്റെ മുറി കാണാൻ, അവൻ പറഞ്ഞു. വാസ്തവത്തിൽ മുറി നല്ല വൃത്തിയുള്ളതായിരുന്നു. റിക്കിക്ക് അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ട്, ഫുട്ബോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാ, എൻ്റെ ടീഷർട്ട് എവിടെ? എൻ്റെ ഫുട്ബോൾ എവിടെ? അവൻ അവൻ്റെ അമ്മയെ ശല്യം ചെയ്യാൻ തുടങ്ങി. അവന് മുകളിലും താഴെയും എല്ലായിടത്തും നോക്കിയിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല. അവനോട് തന്നെ ചോദിച്ചു, അതെല്ലാം എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? ദിവസം മുഴുവൻ സെർച്ച് ചെയ്തെങ്കിലും ആ 2 സാധനങ്ങളും വീണ്ടും കണ്ടെത്താനായില്ല. മാത്രമല്ല ആ സെയിം കാര്യം പല സാധനങ്ങൾക്കും സംഭവിക്കാൻ തുടങ്ങി. തിളങ്ങുന്ന ബട്ട്ലർ റോബോട്ടിൽ റിക്കി സംശയാസ്പദമായ ഒരു കണ്ണിട്ടു. എനിക്ക് തോന്നുന്നത് ഇത് അവൻ്റെ കൈപ്പണിയാണെന്നാണ് അവൻ ചിന്തിച്ചു. റോബോട്ടിനെ നിരീക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. എന്നിട്ട് അവൻ റോബോട്ടിനെ വീട്ടിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവസാനം അവന്റെ തുണി പെറുക്കുന്ന സമയത്ത് ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അവൻ കൈയോടെ പിടികൂടി. റിക്കി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഫോളോ ചെയ്തു. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ റോബോട്ട് അവന്റെ ടീഷർട്ട് നീറ്റായിട്ട് മടക്കി സ്റ്റോർ റൂമിലെ കുന്നുപോലെ കൂട്ടിയിരിക്കുന്നതിന്റെ മുകളിലേക്ക് വെച്ചു. അവിടെ നിന്നും അവൻ പേരൻസിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഫാദർ, ഈ ബട്ട്ലർ റോബോട്ട് കേടായി. അവൻ എന്റെ സാധനങ്ങൾ കട്ടെടുത്തു. എനിക്ക് തോന്നുന്നത് അവൻ തെറ്റായ രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അവനെ പറഞ്ഞു വിടാം നമുക്ക്. അത് ഒരിക്കലും നടക്കില്ല. ഫാദർ തലകുലുക്കി. അവൻ റോബോട്ടിക്സിൽ എക്സ്പേർട്ടാണ്, ഭയങ്കരനാണ്. അവൻ പുതിയ ബട്ട്ലർ ആയതിൽ സന്തോഷവാനാണ്. അത് സ്വപ്നം യാഥാർത്ഥ്യമായി പോലെയാണ്. പക്ഷേ റിക്കി ശാഠ്യക്കാരനാണ്. അവൻ പറഞ്ഞു, എനിക്ക് അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. റിക്കിയും ഫാദറും തമ്മിൽ നല്ല ചൂടുള്ള തർക്കം തന്നെ ഉണ്ടായി. ഫാദർ, റോബോട്ട് നല്ല ഭംഗിയുള്ള ഡിവൈസാണ്. അത് ചെയ്തതെല്ലാം നോക്കൂ. റിക്കി, എനിക്ക് തോന്നുന്നില്ല. അവൻ നല്ലതിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. ഫാദർ, നിനക്ക് തെറ്റ് റിക്കി. നിനക്കറിയില്ല ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. റിക്കി, എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതൊരു വലിയൊരു പ്രോബ്ലം തന്നെയാകും നല്ല രീതിയിൽ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ. റിക്കി അവൻ്റെ സാധനങ്ങൾ റോബോട്ട് ഒളിപ്പിച്ച് വെക്കുന്നതിനെക്കുറിച്ച് പേരൻസിനോട് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതൊന്നും റോബോട്ട് ചെയ്ത നല്ല കാര്യങ്ങളിൽ നിന്ന് പകരം വെക്കുന്നതല്ലായിരുന്നു. ഒരു ദിവസം റോബോട്ട് കറങ്ങി നടന്നപ്പോൾ കുട്ടിയുടെ കംപ്ലയിൻസ് കേട്ടു. റോബോട്ട് ഒരു പെയർ റിക്കിയുടെ ഷൂസും അവൻ്റെ കുറച്ച് തുണികളും കൊണ്ട് തിരിച്ചു വന്നു. ഇതാ സർ, എനിക്കറിയില്ലായിരുന്നു ഇത് നിങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നെന്ന് ബട്ട്ലർ അവൻ്റെ മെറ്റാലിക് വോയിസിൽ പറഞ്ഞു. എങ്ങനെ ഇല്ലാതിരിക്കും കള്ളാ, ആഴ്ചകളായിട്ട് നീ എൻ്റെ സാധനങ്ങൾ കട്ടെടുക്കുകയല്ലായിരുന്നോ? ഫ്ലോറിൽ സാധനങ്ങൾ ചിതറിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. നിനക്കത് വേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളക്ട് ചെയ്യാനാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഞാൻ അത് രാത്രിയാകുമ്പോൾ അയച്ചു കൊടുക്കും. ഞാൻ മാക്സിമം കാര്യക്ഷമതയുള്ള ഒരു മിഷ്യനാണ്. നീ അത് അറിഞ്ഞിരുന്നില്ലേ? കുറച്ച് അഭിമാനത്തോടെ റോബോട്ട് പറഞ്ഞു. റിക്കി നാണം കെട്ടു. അവൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ സാധനങ്ങൾ ഉപയോഗശൂന്യമായിട്ടാണ് കണ്ടിരുന്നത്. ഒന്നിനും അവൻ വില കൽപ്പിച്ചില്ല. ഇപ്പോഴും റിക്കിയുടെ സാധനങ്ങൾ കിട്ടാൻ കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർ അതിനെ നന്നായി സംരക്ഷിക്കും. റിക്കിയെ പോലെയല്ല.
റോബോട്ട് കേടായി എന്നോ തെറ്റായി പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്ന് സമാധാനിച്ചു. പകരം വളരെ നന്നായി പ്രോഗ്രാം ചെയ്തെന്ന് മനസ്സിലാക്കി. അതിനുശേഷം റിക്കി മാക്സിമം കാര്യക്ഷമതയുള്ള കുട്ടിയാവാൻ തീരുമാനിച്ചു. അവൻ്റെ സാധനങ്ങളെ അവൻ നന്നായി സൂക്ഷിച്ചു. എല്ലാം അടുക്കും ചിട്ടയായി വെച്ചു. മാത്രമല്ല ആവശ്യമുള്ളതിൽ കൂടുതൽ തൻ്റെ പക്കലില്ലെന്ന് ഉറപ്പുവരുത്തി. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. അവൻ നല്ല ഒരു പാഠം റോബോട്ടിൽ നിന്ന് പഠിച്ചു. അവൻ്റെ പോക്കറ്റ് മണി വെച്ച് ആളുകളെ സഹായിക്കാനും അത്യാവശ്യ സാധനങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും തുടങ്ങി.